ലൈഫ് മിഷൻ പദ്ധതിയിൽ ഞങ്ങളുടെ മോഡി ഇക്കയുടെ എംബ്ലം വീടുകളിൽ പതിക്കാൻ തീരുമാനിച്ച് നാട്ടുകാർ ഏറിലേക്ക് കയറ്റിയ KM ഷാജി മന്ത്രി ഒരു വിശദീകരണവുമായി വന്നിട്ടുണ്ട്. നാട്ടുകാരുടെ പൊങ്കാല സഹിക്കാൻ വയ്യാതെയാണ് ഒടുവിൽ പുറത്തേക്ക് വന്നിട്ട് ഞാൻ ഉദ്ദേശിച്ച എംബ്ലം നിങ്ങൾ ഉദ്ദേശിച്ച എംബ്ലം അല്ലത്രേ. PM എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച PM വേറെ PM ആണ്, നിങ്ങൾ ഉദ്ദേശിച്ച PM അല്ല എന്നാണ് ഷാജി ഇക്കയുടെ വിശദീകരണം. ആ വിശദീകരണം കേൾക്കുമ്പോൾ ഒരു വേള BJPയുടെ സംസ്ഥാന വക്താവാണോ ഇരുന്ന് ഈ വാർത്താ സമ്മേളനം നടത്തുന്നതെന്ന് തോന്നിപ്പോയി. കാര്യം EMSന്റെ പേരിൽ ഭവന പദ്ധതി ഉണ്ടാക്കിയതിൽ അദ്ദേഹത്തിന് എതിർപ്പുണ്ടത്രേ. PM എന്നവിടെ കൊണ്ടുവന്നതിൽ പ്രശ്നമില്ല. ആ PM എന്ന് പറഞ്ഞാൽ അത് പ്രധാനമന്ത്രിയായിട്ട് കണ്ടാൽ മതി അത്രേ. ഇപ്പോ അങ്ങനെയൊക്കെയാണ്. PM എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി. നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് ഇവിടത്തെ പാവപ്പെട്ടവന് വീട് വെച്ച് കൊടുത്തിട്ട് അതിന്റെ മുന്നിൽ പ്രധാനമന്ത്രി ഔദാര്യം തന്നതാണെന്ന് ഒട്ടിക്കുന്നത് അത് ഞങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ ഹലാലാണ്. കാര്യം അധികാരത്തിൽ വന്നതിന് ശേഷം PM ശ്രീ എങ്ങനെയാണോ ഞങ്ങൾക്ക് ഹലാലായത്, അതുപോലെ PM എന്ന വാക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് പടച്ചോ മാതിരിയാണ്. എല്ലാത്തിലും PMന്റെ പേര് അടിച്ചു വയ്ക്കാൻ ഞങ്ങൾ റെഡിയാണ്. അത് നിങ്ങൾ വളച്ചൊടിച്ച് മോഡിയാക്കിയെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. അതിന്റെ ഇടയിൽ ഒരു കാര്യം പറയുന്നത് ശ്രദ്ധിക്കണം. പല കാര്യത്തിലും നമുക്ക് കേന്ദ്രം പൈസ തരുന്നില്ലത്രേ. ഇന്നലകളിൽ ഷാജിയുടെ മേനോൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഫണ്ട് കിട്ടാത്തതിന് കാണാൻ പോകുന്ന സന്ദർഭങ്ങളിൽ ഡീലാണ്, സെറ്റിൽമെന്റ് ആണെന്ന് ആക്ഷേപിച്ചവർ ഇന്നിപ്പോ പറയുന്ന ഈ വാചകം കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷാജി മന്ത്രിയോട് ഒരു സഹതാപം തോന്നുന്നുണ്ടോ? നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും സെൻട്രൽ ഗവൺമെന്റ് ആയാലും പദ്ധതികൾ കൊണ്ടുവരും നമ്മളുടെ പൈസ അല്ലേ. അല്ലെങ്കിൽ തന്നെ നിലനിൽക്കുന്ന പരാതി എന്താണെന്ന് അറിയുങ്ങൾ, ഈ സൗത്ത് സ്റ്റേറ്റുകളിൽ നിന്ന് കൊടുക്കുന്ന നികുതി വിഹിതത്തിന്റെ ഒരു 60-70% പൈസ നമുക്ക് 1 രൂപക്ക് കിട്ടുന്നത്. എന്നാൽ നോർത്തിലേക്ക് പോയാൽ അത് കിട്ടുന്നത് 1.5 രൂപയുടെ അടുത്ത് കിട്ടുന്നു. നമുക്ക് അല്ലെങ്കിൽ തന്നെ സ്റ്റേറ്റ് സെൻട്രൽ വിഹിതങ്ങൾ കുറവാണ്. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ എന്തിനാണ് ഈ ആളുകളുടെ വയറ്റത്തടിക്കാൻ പോകുന്നത്? സ്റ്റേറ്റിന് അതിന്റെ വിഹിതം വെക്കണം. ഇത് നിങ്ങൾ വിചാരിക്കണ മാതിരി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് മുഴുവൻ പൈസ ഒന്നും സെൻട്രൽ ഗവൺമെന്റ് തരുന്നില്ല. ഞാനിന്ന് സെൻട്രൽ പ്രിപ്പയർ ചെയ്ത സ്പീച്ചിൽ പോലും ഞാൻ പറയുന്നുണ്ട്, 7 ലക്ഷത്തിൽ ചില്ലാൻ ഒരു സാധാ വീടുണ്ടാക്കാൻ പാടില്ല. നമുക്ക് 4 ലക്ഷത്തിൽ രൂപയെ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ഇത്തരം ക്രൈസിസുകൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് പാവങ്ങൾക്ക് കിട്ടുന്ന വീട് കളയാൻ നിങ്ങൾ അതിന് കൂട്ടു നിൽക്കരുത് എന്നാണ് എന്റെ റിക്വസ്റ്റ്. ഷാജി പറഞ്ഞ PMA പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ അത് നിബന്ധനയാണ് എംബ്ലം വെക്കുന്നത്. ആ നിബന്ധനയിൽ പ്രധാനമന്ത്രി ഫോട്ടോ ഇല്ല. ഇപ്പൊ ഇടത് സർക്കാർ പറയുന്നത് ആ എംബ്ലം വെക്കുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പദ്ധതി പിന്മാറിയത്. അല്ല, അങ്ങനല്ല പറയുന്നത്. ഫോട്ടോ വെക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സാധാരണ വസ്തുത ഇല്ല ഇതിനകത്ത്. ഫോട്ടോ ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇന്നലെ നോക്കി ചെക്ക് ചെയ്തു. അതിനകത്ത് അങ്ങനെ ഒരാളുടെ ഫോട്ടോ വെച്ച് ആരുടെയും അഭിമാനം കളയേണ്ടെന്നാണ്. അങ്ങനെ കളയേണ്ട കാര്യമില്ല, സത്യമാണ്. അദ്ദേഹം പറയുന്നത് കറക്റ്റാണ്. പക്ഷെ ഫോട്ടോ ഇല്ല. EMS ഭവന പദ്ധതി എങ്ങനെ കൊടുക്കുന്നത്? ഇതിനകത്ത് എന്താണ് പ്രധാനമന്ത്രി എന്നാണ്, മുഖ്യമന്ത്രി എന്നാണ്, അതൊക്കെ ഡെസിഗ്നേഷൻ മാത്രമാണ്. അദ്ദേഹം ഒരാളുടെ പേര് കൂടെ കൂട്ടുക. അപ്പൊ അതല്ലേ അപമാനം? ഞാൻ അതിനെ എതിർക്കാൻ പോകല്ല കേട്ടോ. ഞാൻ EMS ഭവന പദ്ധതി എതിർക്കല്ല. പക്ഷെ EMS ഭവന പദ്ധതി വിഭാവന ചെയ്തവർ എങ്ങനെയാണ് PMA വഴി എതിർക്കുന്നത്? പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി എങ്ങനെ എതിർക്കുന്നത്? നമ്മൾ ചെയ്ത എല്ലാം ഹലാലാണ്. മോഡിജിയെ കെട്ടിപ്പിടിച്ച, അദ്ദേഹത്തിന്റെ പാദസേവ ചെയ്ത, അദ്ദേഹം പറയണ എല്ലാത്തിനെയും മുട്ടുമടക്കി നിന്ന് കേട്ട അതെല്ലാം ഹലാലാണ്. പിണറായി വിജയൻ എന്ന കോരന്റെ മോൻ ചെയ്ത എല്ലാം ഹറാമാണ്. ഇതെല്ലാം ഡീലാണ്, കേസിന്റെ സെറ്റിൽമെന്റ് ആണ്. ഇപ്പോ കേട്ടില്ലേ വാചകങ്ങൾ? കേന്ദ്രം ഫണ്ട് തരാനുണ്ടത്രേ. ഇന്നലകളിൽ ഡൽഹിയിൽ സമരത്തിന് പോയ സന്ദർഭത്തിൽ ഇവർ എന്ത് പറഞ്ഞാണ്? ഡൽഹിയിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ സമരം ചെയ്തപ്പോൾ പ്രതിപക്ഷത്തിരുന്ന് ഇവർ എന്താണ് പറഞ്ഞത്? ഇത് വെറുതെ നാടകം കളി. ഇപ്പോ ഫണ്ടിന് വേണ്ടി എന്തും ചെയ്യും. PMന്റെ പണം ഒട്ടിക്കാൻ പറഞ്ഞ ഷാജി തന്നെ പോയി മോഡിജിയുടെ പണം ഒട്ടിച്ചു കൊടുക്കും. അതാണ് അവർ തമ്മിലുള്ള ഇപ്പോഴത്തെ മൊഞ്ച് എന്ന് പറയുന്നത്. ലീഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോ കേന്ദ്ര സംഖ്യകളുടെ മണവാട്ടിയായ ഒരു അവസ്ഥയാണ്. നാണം കുണുങ്ങി മാത്രമേ നിൽക്കുന്നുള്ളൂ. ശൗര്യവും വീര്യവും എല്ലാം പോയിട്ട് വിനീതദാസന്മാരെ പോലെ, മണവാട്ടിമാരെ പോലെ കൊഞ്ചി നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതിന് ശേഷം ഞാൻ മന്ത്രിയാണത്ര, ഇങ്ങനെയൊന്നും പറയില്ലേ അത്ര. ലാവ്ലിൻ കേസ്, മകളുടെ കേസ്, മകന്റെ കേസ് തുടങ്ങി പല കാര്യങ്ങളും അടിച്ചിറക്കി ഇല്ലാത്ത കഥകൾ മെനഞ്ഞവർ, സംസ്ഥാനത്തിന് തരാനുള്ള വിഹിതങ്ങളെ പലതും മുടക്കി വിട്ടവർ, അവർ ഇന്ന് ഇതൊക്കെ പറയുമ്പോൾ അതിലെ ഉദ്ദേശം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കേന്ദ്രത്തിനെതിരെ ഇതുവരെ ശക്തമായിട്ട് ഒരു വാക്കെങ്കിലും പ്രതികരിച്ച ഏതെങ്കിലും ലീഗ് മന്ത്രിമാരെ ഒന്ന് കാട്ടിത്തരാൻ പറ്റും? എന്തിനേറെ കോൺഗ്രസ്സുകാർ. ഞങ്ങളുടെ അധികാരത്തിലേക്ക് ഇവർ കടന്നു കയറുന്നു എന്ന് പറയാൻ പോലും ഉറപ്പില്ലാത്തവർ. ഗവർണർ
അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിലെല്ലാം വിദ്യാഭ്യാസ വകുപ്പിനകത്ത് സംഘീവൽക്കരണം നടത്തുന്നു. ഒരെതിർപ്പുമില്ല, നിന്ന് സമ്മതിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് കേരളത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ മോഡി ഇക്കയുടെ പടം ഒട്ടിക്കണമെന്നൊരു ആവശ്യം പറഞ്ഞു. ഇക്കയല്ലേ, ഒട്ടിച്ചു, അതിനെന്താ കുഴപ്പം? നമ്മുടെ ഇക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ പടച്ചോ മാതിരിയാണ്. അതുകൊണ്ട് അത് ഒട്ടിക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തികൾ ഇന്നിപ്പോ ഈ പറയുന്ന വാചകങ്ങൾ വളച്ചൊടിച്ചു, അല്ലെങ്കിൽ ഞാൻ എംബ്ലം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. PM എന്ന് പറഞ്ഞാൽ അത് മോഡിയല്ല, പ്രധാനമന്ത്രിയായിട്ട് മാത്രം കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ ഇത്ര നിഷ്കളങ്കമായി ചിന്തിക്കാൻ വരെ ലീഗുകാർക്ക് കഴിയുമെന്ന് നാട്ടുകാർ തിരിച്ചറിയുന്നുണ്ടോ? ഇന്നലകളിൽ പുറത്തുനിന്ന് മൈക്ക് കെട്ടി പറഞ്ഞവർ, അവർ പറയുന്ന ഓരോ കാര്യവും അക്ഷരം പ്രതി കേൾക്കുന്ന വിനീതദാസന്മാരെ പോലെ ആയ ഇവർ ലോകം ഒട്ടിക്കുന്നില്ല, ഈ നാടിന്റെ നികുതി പണം കൊണ്ട് കൊടുക്കുന്ന വീടാണ്, PM എന്നോ CM എന്നോ ഒന്നും വേണ്ട, അത്തരം ബ്രാൻഡിങ്ങുകൾ ഒട്ടിച്ച് അവരുടെ അഭിമാനത്തെ തകർക്കരുത് എന്ന് മുൻപത്തെ ഒരു മുഖ്യമന്ത്രി പറഞ്ഞ വാചകങ്ങൾ ഇപ്പോഴും വളരെ കൃത്യമായി ഉയരുകയാണ്. ആ സർക്കാർ മാറുന്നതുവരെ ഒരിടത്തും ആ എംബ്ലങ്ങൾ തെളിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ കേന്ദ്രം മുൻപ് ആവശ്യപ്പെട്ടിരുന്ന സകല കാര്യങ്ങളും വന്നുടനെ അനുവദിച്ചും കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. കാവ്യവൽക്കരണത്തിന്റെ വേഗത്തിനനുസരിച്ച് ഞങ്ങൾ നിന്ന് തരാം, ഞങ്ങൾക്ക് ഭരിക്കാൻ വേണ്ട പണം മാത്രം തന്നാൽ മതി എന്ന് പറയുമ്പോൾ പണത്തിനു വേണ്ടി അഭിമാനം പോലും അടിയറവ് വെച്ച് ഒരു നാട്ടിലെ മനുഷ്യരുടെ ജീവനോപാധികളിൽ കൊണ്ടുവന്ന് ബ്രാൻഡിങ് ചെയ്യാനുള്ള തീരുമാനത്തെ ശരിവെച്ചു കൊടുക്കുന്ന മന്ത്രിയൊക്കെ ലീഗിന്റെ പുലിക്കുട്ടികളെന്ന് പറയാൻ നാണമില്ലേ എന്ന് മാത്രമേ ഈ നാടിന് ചോദിക്കാനുള്ളൂ.